മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് എല്ലാവർക്കും പരിചിതമായ ഒരു കിഴങ്ങാണ്. കൂർക്ക എന്ന പേരിൽ അറിയപ്പെടും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചീവക്കിഴങ്ങ് എന്ന പേരിലും അറിയപ്പെടും. വളരെയധികം സ്വാദിഷ്ടവും അതുപോലെ തന്നെ നല്ല സുഗന്ധവും ഉള്ള ഒരു കിഴങ്ങാണ് ഈ കൂർക്ക എന്ന് പറയുന്നത്. ഇത് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. വെഴുക്ക് പുരട്ടിയായിട്ടും അതുപോലെ തന്നെ തോരനായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ചീവക്കിഴങ്ങ് ഒരു പക്ഷേ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. വളരെ എളുപ്പത്തിലും ലളിതമായി ഒക്കെ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. മറ്റെല്ലാ കൃഷിയും പോലെ തന്നെ ചാക്കിലും ഗ്രോവാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം. ഒപ്പം തറയിൽ ഭൂമിയുള്ളവർക്ക് മണ്ണിൽ പണവെട്ടി ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ധാരാളമായി വിളവുണ്ടാക്കാം. അപ്പം നല്ല വില കിട്ടുന്ന ഒരു പച്ചക്കറി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കിഴങ്ങ് വർഗ്ഗം കൂടിയാണിത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം നിത്യോപസാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മാത്രമല്ല, മിക്ക പച്ചക്കറികളിലും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള മാരക വിഷങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ രീതികൾ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സ്വാദിഷ്ടവും എന്നാൽ വിഷരഹിതവുമായ പച്ചക്കറികൾ യഥേഷ്ടം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സംതൃപ്തിയോടെ ഭക്ഷിക്കാൻ കഴിയുന്നു. ഒപ്പം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവിടെ ഈ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക നടുന്നത് ഇതുപോലെ കിഴങ്ങല്ല നടുന്നത്, പകരം ഇതിൽ നിന്നും ഉണ്ടാകുന്ന വള്ളി അഥവാ തണ്ട് മുറിച്ച് നട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ചീവക്കിഴങ്ങിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് തണ്ട് ഉൽപ്പാദിപ്പിക്കാനും നടാനും കഴിയുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഇതേപോലെ ഒരു ചെടിച്ചട്ടി നമ്മളെടുത്തു. ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണം. വെള്ളം ധാരാളമായിട്ട് വാർന്നു പോകാനുള്ള സുഷങ്ങൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഒരു കമ്പി പഴിപ്പിച്ച് ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്താൽ അത് ഉരുകി മാറി ആ ദ്വാരങ്ങളാവും. അതാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഇത് കുറച്ച് കൊച്ചു കല്ലുകളാണ്. ഈ കല്ലുകൾ നമ്മൾ ഇട്ട് കൊടുത്തു. കല്ലുകളിടുന്ന പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ, വെള്ളം പൂർണ്ണമായിട്ടും താഴ്ന്നു പോകാൻ തന്നെയാണ്, അതായത് വാർന്നു പോകാൻ തന്നെയാണ്. കാരണം നമ്മളിടുന്ന മണ്ണും കരിയിലൊക്കെ വെച്ചുകൊണ്ട് ആ ദ്വാരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് കരിയിലയാണ്. കരിയില അല്പം മഴവെള്ളമൊക്കെ നനഞ്ഞ കരിയിലയാണ്. 3/4 ഭാഗത്തോളം കരിയില നമ്മൾ ഇതിനകത്ത് ഇടണം. നല്ല ഭംഗിയായിട്ട് ഉറപ്പിക്കണം. കരിയില ഇടുന്നത് എന്തിനാണെന്ന് പിന്നീട് ഞാൻ പറയുന്നതാണ്. മുക്കാൽ ഭാഗത്തോളം നമ്മൾ കരിയില ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന വീഡിയോകൾ നമ്മുടെ കൃഷി രീതികളെപ്പറ്റി, കൃഷി രീതികളെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിലും നമുക്ക് തന്നെത്താനും ചെയ്യാവുന്ന കൃഷി രീതികളാണ്. ഒപ്പം പണച്ചിലവ് വളരെ തുച്ഛമായ രീതിയിലുള്ള പണച്ചിലവാണ് ഞങ്ങൾ കാണിക്കുന്ന വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ കൃഷികളും നമുക്ക് ചുറ്റുമുള്ള പച്ചമരുന്നുകളെ പറ്റി മനസ്സിലാക്കാനും അറിയാനും ആ അറിവ് ശേഖരിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇത് കരികൾ നിറച്ചു. അതിനുശേഷം കുറച്ച് മണ്ണ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. മണ്ണിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചീവക്കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ കൂർക്കയുടെ കിഴങ്ങാണ് നമ്മൾ ഇവിടെ പാവുന്നത്. ഇത് പാവി കിളിച്ച് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുണ്ടാകും, അല്ലെങ്കിൽ വള്ളി ഉണ്ടാകും. ഈ വള്ളി മുറിച്ചാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ആ നടീൽ വസ്തു എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചീവക്കിഴങ്ങ് എല്ലായിടവും, കൂർക്ക എല്ലായിടവും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പച്ചക്കറി വിൽക്കുന്ന കടകളിൽ നിന്നും നമുക്ക് നല്ല കൂർക്കകൾ വാങ്ങിക്കാൻ കിട്ടും. നല്ല കൂർക്കയുടെ കിഴങ്ങ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കിഴങ്ങ് വേണം എടുക്കാൻ. അതുപോലെ കിളിർപ്പുണ്ടായിരിക്കണം. രോഗകീടബാധകൾ, വല്ല പ്രാണികൾ കുത്തിയതോ കിഴിയതോ അഴുകിയതോ ഒന്നും തിരഞ്ഞെടുക്കരുത്. അങ്ങനെ നോക്കി നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന കിഴങ്ങുകളാണ് നമ്മൾ നടീൽ വസ്തു തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നടീൽ വസ്തു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കിളിർപ്പ് നോക്കണം. കിളിർപ്പ് മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇങ്ങനെ മണ്ണിനകത്ത് താഴ്ത്തി വെച്ച് കൊടുക്കാനും. താഴ്ത്തി വെച്ച് ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം. കാരണം ഇത് നമുക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ടല്ല, പകരം നടീൽ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അടുപ്പിച്ച് തന്നെ വെച്ച് കൊടുക്കാം. അടുപ്പിച്ച് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൂടെ നമ്മൾ ഇടുവാണ്. കുറച്ച് മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുത്തു.
യാതൊരു വിധത്തിലുള്ള വളങ്ങളും ഇടേണ്ട കാര്യമില്ല. കാരണം ഇത് 1 മാസം കൊണ്ട് തന്നെ ഈ കിഴങ്ങുകൾ പൂർണ്ണമായിട്ടും കിളിച്ച് വളരെ അധികം വള്ളികൾ അല്ലെങ്കിൽ തണ്ടുകൾ കിട്ടത്തക്ക രീതിയിലുള്ള പ്രാപ്തിയിലെത്തും. അതുകൊണ്ട് തന്നെയല്ല, ഇത് കിളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന കരിയിലയിൽ നിന്നുള്ള വളം കരിയില കമ്പോസ്റ്റായിട്ട് മാറുകയും അതിൽ നിന്നുമുള്ള വളം ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. ധാരാളം വള്ളികൾ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ കൂർക്കയുടെ അല്ലെങ്കിൽ ചീവക്കിഴങ്ങിൻ്റെ നടയിൽ വസ്തു തയ്യാറാക്കാൻ സാധിക്കും. ഇനി മഴയില്ലാത്ത ദിവസങ്ങളിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. 1 മാസം കൊണ്ട് ഇഷ്ടംപോലെ വള്ളി അല്ലെങ്കിൽ തണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. ഈ മുറിച്ചെടുക്കുന്ന തണ്ടുകൾ 4 മുട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അതിനുശേഷം അത് നമ്മൾ നടന്നുടനെ 2 കണ്ണ് മണ്ണിന് അടിയിൽ വരത്തക്ക രീതിയിൽ നട്ട് മൂടുറപ്പിക്കുക. അതിനുശേഷം 2 മുട്ട് മണ്ണിന് മുകളിലായിരിക്കണം. അത് വീണ്ടും വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് വെട്ടിയിട്ട് കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം. ഇതിന് നടീൽ രീതിയും ഒക്കെ പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.